ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. ഇറ്റ്സ് മീ യദു എ ബി. നിങ്ങളെ സ്വന്തം യദു സാറാണ് അല്ലേ? വെറുതെ കുറെ ഇൻട്രഡക്ഷൻ ഒന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും എന്നെ അറിയാം. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയിലെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമായിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് കേട്ടോ. ഇവരാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചത്, ചർച്ചകൾ നടത്തിയത്, കാര്യങ്ങളൊക്കെ ചെയ്തത്. സോ ഈ കാര്യം പഠിക്കാനായിട്ട് എല്ലാവരെയും ഞാൻ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, മക്കളെ ഇങ്ങോട്ട് നോക്കിയേ. ഈ അങ്കിൾ അല്ലെ, ഈ എം എൻ റോയ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ള ആശയം 1934 മുന്നോട്ട് വെക്കുന്നത് കേട്ടോ. എം എൻ റോയ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിസ്റ്റ് എന്താ പറയുക, ആ ഒരു ആശയത്തിലൊക്കെ വിശ്വസിച്ചിട്ടുള്ള ആളായിരുന്നു. ഓക്കെ, സോ 1934 ഭരണഘടന എന്നൊരു അല്ലെങ്കിൽ ഒരു ഭരണഘടന ഉണ്ടാക്കാനായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ളൊരു ആശയം മുന്നോട്ട് വെക്കുന്നത് എം എൻ റോയ് ആണെന്നുള്ള കാര്യം ഒന്ന് പഠിക്കുക. സോ എം എൻ റോയിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഭരണഘടനയായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം. പിന്നെ ഈ 1940 1942 1946 നടന്നിട്ടുള്ള ഓരോ ഇവന്റുകളാണ്. 1940 ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. നിങ്ങൾ എന്താന്ന് ഇപ്പൊ പഠിക്കേണ്ട, അതിന്റെ വർഷം പഠിച്ചാൽ മതി. 1940 ആഗസ്റ്റ് ഓഫർ. ഓക്കെ, 1942 ക്രിപ്സ് മിഷൻ, അതേപോലെ 1946 ക്യാബിനറ്റ് മിഷൻ. ഈ മൂന്ന് കാര്യങ്ങളിലെ വർഷങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ വർഷങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളെ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടായത്, അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടായത്. ഈ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമാണെന്നുള്ള കാര്യം കൂടെ പഠിക്കുക. 1946 ഡിസംബർ 6 നമ്മളെ ഭരണഘടനാ നിർമ്മാണ സഭ. ഈ ഡേറ്റ് ഓർത്തു വെച്ച് 1946 ഡിസംബർ 6 നമ്മളെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടായത്. ഓക്കെ, തുടക്കത്തിൽ ഇത് ടോട്ടൽ സീറ്റുകൾ 389 ആയിരുന്നു. പിന്നീട് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് വിഭജിച്ചില്ലേ 1947. അപ്പം സീറ്റിന്റെ എണ്ണം മാറിയിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ വിഭജനത്തിന് മുന്നേ 389 സീറ്റായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ 296 സീറ്റുകൾ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തുന്ന ഏരിയയെന്നും ബാക്കി 93 സീറ്റുകൾ നാട്ടുരാജ്യങ്ങളിൽ നിന്നായിരുന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ആലോചിക്കുക. അതായത് 389 296 സീറ്റ് ബ്രിട്ടീഷ് പ്രൊവിൻസ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിട്ടുള്ള സ്ഥലത്തുനിന്നും ബാക്കി 93 നാട്ടുരാജ്യങ്ങളിൽ നിന്നാണെന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. പിന്നെ ഈ 1946 ഡിസംബർ 6 സഭ രൂപീകരിച്ചു. പക്ഷെ ആദ്യത്തെ യോഗം നടക്കുന്നത് 1946 ഡിസംബർ 6 മറിച്ച് 1946 ഡിസംബർ 9 കാര്യം ഒന്ന് ആലോചിക്കുക കേട്ടോ. ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് JB കൃപലാനി അങ്കിൾ ആയിരുന്നു കേട്ടോ. JB കൃപലാനി ആയിരുന്നു ഈ യോഗത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഈ JB കൃപലാനി ആയിരുന്നു അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റും കൂടെ ആയിരുന്നു എന്നുള്ള കാര്യം പഠിക്കുക. 1946 ഡിസംബർ 9 അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിന്റെ ആദ്യത്തെ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് JB കൃപലാനി ആണെന്നുള്ള കാര്യം പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സഭയ്ക്ക് ഒരു താൽക്കാലിക അധ്യക്ഷൻ ഉണ്ടായിരുന്നു. സ്ഥിരാധ്യക്ഷൻ പിന്നെ വരുന്നുണ്ട്. താൽക്കാലിക അധ്യക്ഷനാക്കിയിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. താൽക്കാലിക അധ്യക്ഷൻ ആരാണ് അല്ലെങ്കിൽ ടെമ്പററി പ്രസിഡന്റ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ മിസ്റ്റർ സച്ചിദാനന്ദ സിൻഹ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, പിന്നെ അങ്ങോട്ട് നോക്കുക. അതേപോലെ താൽക്കാലിക ഉപാധ്യക്ഷനായിരുന്നു ഫ്രാങ്ക് ആന്റണി. ഫ്രാങ്ക് ആന്റണി ഒരു ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള ആളായിരുന്നു. സഭയുടെ താൽക്കാലിക ഉപാധ്യക്ഷനായിരുന്നു, ടെമ്പററി വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഫ്രാങ്ക് ആന്റണി എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിക്കാം. ഇനി നമുക്ക് 1946 ഡിസംബർ 9 ആദ്യത്തെ യോഗത്തിൽ എന്താ പറയുക, ടെമ്പററി വൈസ് പ്രസിഡന്റും ടെമ്പററി പ്രസിഡന്റും ഒക്കെ വന്നില്ലേ. അതുപോലെ ശരിക്കുള്ള ഒരു അധ്യക്ഷൻ വരുന്നത് ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് 1946 ഡിസംബർ 11 വരുന്നത്. ഓക്കെ, ഡിസംബർ 11 നമ്മളെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് ഒരു പെർമനന്റ് പ്രസിഡന്റ് അല്ലെങ്കിൽ എന്താ സഭയ്ക്ക് ഒരു സ്ഥിരാധ്യക്ഷൻ വരുന്നത്. അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആവുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടി ഒന്ന് നോക്കുക. പിന്നെ അതേപോലെ തന്നെ സഭയ്ക്ക് ഒരു സ്ഥിരം ഉപാധ്യക്ഷൻ വന്നു. നേരത്തെ ഫ്രാങ്ക് ആന്റണി സ്ഥിരമല്ല, അതായത് പെർമനന്റ് അല്ല, ടെമ്പററി വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ സ്ഥിരമായിട്ട് ഒരാൾ വരുന്നത് ഡിസംബർ 11 വരുന്നുണ്ട്. HC മുഖർജിയാണ് സ്ഥിരം ഉപാധ്യക്ഷൻ. അതായത് രാജേന്ദ്ര പ്രസാദിനെ സഹായിക്കാനായിട്ട് HC മുഖർജിയും വരുന്നുണ്ട്. പിന്നെ വേറൊരാളും കൂടെ വരുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതുപോലെ സഭയ്ക്ക് എന്താ ഒരു ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ ഒരു നിയമോപദേഷ്ടാവായിട്ട് BN റാവുവും കൂടെ വരുന്നുണ്ട് കേട്ടോ, BN റാവു. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഉപാധ്യക്ഷൻ അല്ലെ, ഈ രാജേന്ദ്ര പ്രസാദിനെ സഹായിക്കാനായിട്ട് HC മുഖർജി കൂടെ അല്ലാണ്ട് VT കൃഷ്ണമാചാരിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറായി മാറി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അതായത് രാജേന്ദ്ര പ്രസാദ് ഒരു സ്ഥിരം അധ്യക്ഷനുണ്ട്, അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് HC മുഖർജിയും VT കൃഷ്ണമാചാരിയും വന്നു.
അപ്പൊ BN റാവു എന്ന് പറയുന്നത് ആരാ? അത് ലീഗൽ അഡ്വൈസർ ആണ് കേട്ടോ, സഭയുടെ ആ കാര്യം മറക്കരുത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചിട്ടുള്ള ലക്ഷ്യപ്രമേയം. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുക, ലക്ഷ്യപ്രമേയം എന്ന് മലയാളത്തിൽ പറയും. ഡിസംബർ 13 1946 ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിക്കുന്നത്. ഇത് ജനുവരി 22 1946 ജനുവരി 22 ഇത് പാസ്സാവുകയും ചെയ്തു. അതായത് 1946 അല്ല, 1947 കേട്ടോ, 1946 അല്ല, സോറി ഒരു സെക്കൻഡ്, 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസ്സാവുന്നത്. 1946 ഡിസംബർ 13 സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള ലക്ഷ്യപ്രമേയം 1947 ജനുവരി 22 സഭ പാസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കി. അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മൊത്തം 389 സീറ്റായിരുന്നു. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും വിഭജനത്തിന് ശേഷം സീറ്റിന്റെ എണ്ണം 299 ചുരുങ്ങി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു 90 അംഗങ്ങൾ പാകിസ്ഥാനിലുള്ള ആളുകളായിരുന്നു, അവർ അങ്ങോട്ട് പോയി. ഓക്കെ, അപ്പോൾ 299 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് ശേഷം 299 ഇതിന്റെ അംഗസംഖ്യ കുറഞ്ഞു എന്നുള്ള കാര്യം പഠിക്കുക. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു, ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ കരട് രൂപീകരണ സമിതി എന്ന് പറയുന്നത്. ഇത് ഉണ്ടായത് 1947 ആഗസ്റ്റ് 29 ഇതിന്റെ അധ്യക്ഷനായിരുന്നു BR അംബേദ്കർ. അതുകൊണ്ടാണ് നമ്മൾ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ ഡോക്ടർ BR അംബേദ്കറിനെ പറയുന്നത്. നമ്മളെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതി ഉണ്ടാക്കൂലേ, അതിന്റെ തലവനായിരുന്നു ഡോക്ടർ അംബേദ്കർ. അതുകൊണ്ടാണ് നമ്മളെ ഭരണഘടനയുടെ ശില്പി, ഭരണഘടനയുടെ പിതാവ്, ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ഡോക്ടർ അംബേദ്കറിനെ പറയുന്നത്. ഓക്കെ, ഇത് അംബേദ്കറിന്റെ ടീമുമാണ് കേട്ടോ, ഇവരാണ് ഭരണഘടന എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ 1949 നവംബർ 26 ഭരണഘടനയിൽ എല്ലാവരും കൂടെ ഒപ്പുവെക്കുന്നത് അല്ലെങ്കിൽ ഭരണഘടന അംഗീകരിക്കുന്നത്. ഈ നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അതായത് എല്ലാ വർഷവും നവംബർ 26 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് അതുകൊണ്ടാണ് ആചരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1949 നവംബർ 26 ഭരണഘടനയിൽ ഒപ്പുവെച്ചു അല്ലെങ്കിൽ ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ്. ഈ 1949 നവംബർ 26 അംഗീകരിച്ച ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26 അതുകൊണ്ടാണ് ആ ദിവസം നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ജനുവരി 26 ആചരിക്കുന്നത്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നത് ജനുവരി 26 അതുകൊണ്ടാണ് ആ ദിവസം നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ കോണ്ടന്റ് വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ ഇനിയും ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റുകളൊക്കെ ഇത് സാർ ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് പിന്നെയും ഇങ്ങനെ ഇരുന്ന് കാണുക, ഈ ഡേറ്റുകളൊക്കെ ഒന്ന് മനഃപ്പാടമാക്കിയിട്ടോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടോ ഒക്കെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള കിടിലൻ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇനിയും വരും. അതുവരെ ഒരു അടിപൊളി ബൈ.